എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ തന്നെ പരിപൂർണമായിട്ടുള്ള ധനധാന്യ സമൃദ്ധി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ഈ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കേണ്ടതും ജപിക്കേണ്ടതുമായിട്ടുള്ള വിധിയാണ് പറയുന്നത്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങേയറ്റം സമ്പന്ന യോഗവും സർവ ദുരിത നിവാരണവും സർവസമ്പൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ നിങ്ങളിൽ കൈവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടേതായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് സാധിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ച് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ സ്വാമിയുടെ കുറേ വഴിപാടുകൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ശൂലം കുത്തൽ, ഊരിതണ്ടൽ, ഭിക്ഷയാചിക്കലൊക്കെ. ഈ ഭിക്ഷയാചന എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പ്രസാദിക്കും എന്ന് കരുതിയിട്ട് പല ആളുകളും ഭിക്ഷാടനത്തിന് പോകുന്നുണ്ട്. എന്നിട്ട് ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭിക്ഷയാചിപ്പിക്കുന്നത് എന്നുള്ളത്. ഇതെന്താണ്? ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ പതനം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് ആ അഹങ്കാരം കൊണ്ട് വന്നു ചേർന്ന പതനമാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭിക്ഷയാചിച്ച് ചെന്ന് കഴിഞ്ഞാൽ അതെന്താണ്? ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ തെണ്ടി നടക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദേവന്മാരും ഒരാളെയും യാചിപ്പിക്കാനല്ല. അതെന്താണെന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണത്. ആ അഹങ്കാരം നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിക്ഷാടനത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം വെടിഞ്ഞ് മറ്റൊരാളുടെ മുന്നിൽ യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരാളിലേക്ക് വന്നാൽ അയാളുടെ മനസ്സ് നന്നാവും, അല്ലെങ്കിൽ മനസ്സ് എളിമപ്പെടും എന്നുള്ള ആണ് അതിൻ്റെ വിശ്വാസം എന്നുള്ളതാണ്. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടും നടക്കുന്നവരും അല്ലെങ്കിൽ സ്വാമി ഭക്തന്മാരും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അഹങ്കാരമില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് അനുഗ്രഹിക്കുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശൂലോട്ടലും ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഭക്തന്മാർ ഈ അഹങ്കാരം വെച്ചുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഭഗവാൻ പ്രസാദിക്കില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെത് ഞാൻ എൻ്റേതായിട്ട് അങ്ങനൊരു മറ്റുള്ള ആ ധാർഷ്ട്യത്തിൻ്റോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രശ്നം നമ്മളെ ഉള്ളിൽ നിന്ന് ഇട്ട് പോയില്ലെങ്കിൽ നമുക്ക് എന്താണ് എല്ലാ തരത്തിലും പതനം ഉണ്ടാവും. അപ്പോൾ ഈ മാനസികപരമായിട്ടുള്ള അഹങ്കാരങ്ങളൊക്കെ വെടിഞ്ഞ് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു രൂപത്തിൽ ആ ചിന്തയോട് കൂടിയിട്ട് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി നാമജപം അല്ലെങ്കിൽ മന്ത്ര ജപം തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു കാര്യത്തിലും തിരിഞ്ഞു നോക്കണ്ട. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ ദേവസേനാപതിയാണ്. ദൈവങ്ങളുടെ രക്ഷകനായിട്ട് സേന നയിച്ച വ്യക്തിയാണ് ആര്? സുബ്രഹ്മണ്യ സ്വാമി. പിന്നെ ഒരു ഭക്തനെ രക്ഷിക്കാൻ ഭഗവാന് പിന്നെ ഒരു ഭക്തനെ രക്ഷിക്കാൻ പിന്നെ ആ മന്ത്രം മാത്രമേ നമ്മൾ ജപിക്കേണ്ടതുള്ളൂ. എല്ലാ തരത്തിലും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലുണ്ടാവും. കാരണം ഞാൻ 10 വർഷം ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പല അമ്പലങ്ങളിലും നമ്മൾ ശാന്തിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ ശേഷമാണ് ഞാനും എൻ്റെ കുടുംബവും ഒരു വർക്കത്തും ഐശ്വര്യം രക്ഷപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ ആ പൂജയ്ക്കലും ആ പരിപാലിക്കുന്നതോട് കൂടിയിട്ട് തന്നെ എൻ്റെ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും മാറി ഞാൻ ഇന്ന് ഒരു നല്ലൊരു രീതിയിലേക്ക് വന്നു ചേർന്നു എന്നുള്ളത് ആത്മാർത്ഥമായിട്ടും അഭിമാനപൂർവ്വം ഭക്തിപൂർവ്വം സ്നേഹപൂർവ്വം ഭഗവാന്റെ നാമത്തിലും ഈ പ്രപഞ്ചത്തിലെ ദൈവങ്ങളുടെ ശക്തിയുടെ ഒക്കെ അടിസ്ഥാനത്തിലും ഞാൻ നിങ്ങളോട് എടുത്തു പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേവയായിട്ട് കരിങ്കുട്ടി, ഭദ്രകാളി, വിഷ്ണുമായുടെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഒരു പൂജ ചെയ്യാൻ വേണ്ടി ഒരു അമ്പലത്തിൽ നിന്ന് അവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ആണ് എനിക്ക് ഈ ഇത്രയും അധികം ഒരു കാര്യങ്ങൾ നമ്മൾ ഇരിക്കേണ്ടായത്.
വിഷ്ണുമായുടെയും കരിങ്കുട്ടിയുടെയും ഭദ്രകാളിയുടെയൊക്കെ ഉപാസനാ പവർ നമ്മൾ കാണിച്ചിരുന്നതൊക്കെ കർമ്മ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് മാന്ത്രികപരമായ കാര്യങ്ങൾക്കൊക്കെ ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സേവ ആയിട്ടാണ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിനൊരു വഴിത്തിരിവ് എന്നിലേക്ക് ഉണ്ടായത് ഞാൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ചതിന് ശേഷമാണ്. അത് 1-2 ദിവസമല്ല, 10 വർഷമാണ് ഞാൻ അവിടെ നിന്നത്. അവിടുന്ന് എനിക്ക് പോരാൻ തന്നെ ഒരു തരത്തിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. കമ്മിറ്റിക്കാരൊക്കെ വർഷം 2 വർഷം കൂടുമ്പോഴൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളോട് മാറേണ്ടി വന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതാവസാനം വരെ തന്നെ ഞാൻ അവിടുന്ന് മാറാതെ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ഇഷ്ടപ്പെട്ട എന്നൊരു ജീവിതം തന്നെ ഒരു ഗതി തിരിച്ച് അല്ലെങ്കിൽ അട്ടിമറിച്ച് തന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും തീർത്ത് നല്ലൊരു സൗഭാഗ്യം വാരിക്കോരി തന്ന ദേവനും കൂടിയാണ് സുബ്രഹ്മണ്യ സ്വാമി. അതാണ് നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഭഗവാനെ നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലെ അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മനസ്സും ശരീരവും ഭഗവാന് തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച ഒരാളും ഒരു തരത്തിലും കഷ്ടപ്പെടാതെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് എടുത്ത് പറയുന്നു. അപ്പം അങ്ങനെ ജപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രം ഓം വജത് ഭുവേ നമ എന്നാണ്. ആ മന്ത്രത്തിൻ്റെ ഋഷീശ്വരനാണ് നമുക്ക് സനൽകുമാര ഋഷി, ഗായത്രി ചന്ദ, സുബ്രഹ്മണ്യോ ദേവത എന്നുള്ള ആ ഋഷീശ്വരനെ നമ്മളിവിടെ സനൽകുമാര ഋഷി എന്ന് ഇവിടെയും, ഗായത്രി ചന്ദ എന്നുള്ളത് ഇവിടെയും, സുബ്രഹ്മണ്യോ ദേവത എന്നുള്ളത് ഇവിടെയും തൊട്ടുകൊണ്ട് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഋഷീശ്വരന്മാരെയൊക്കെ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഓം വജത് ഭുവേ നമ എന്നുള്ള മന്ത്രം നമ്മൾ 1000 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ 41 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിൽ പിന്നെ നമുക്ക് വല്ല മാസത്തിൽ ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ഭഗവാന് നമുക്കൊരു പായസമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കൂടി കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ നിവേദ്യപ്രീതിയും നമ്മുടെ അനുഗ്രഹവും കൂടി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദോഷഗതി മാറി സർവ്വ ഐശ്വര്യത്തോടു കൂടി നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ മന്ത്രജപം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ജപിച്ചതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ഐശ്വര്യമായിട്ട് വരുള്ളൂ എന്നുള്ളതിൽ ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ വശീകരണ ആകർഷണകാര്യ സാധ്യ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും അതുപോലെ തന്നെ അതിൻ്റെതായ വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ. രക്തവസ്ത്രധാരിണി മഹാട്ടഹാസരൂപിണി ശ്മശാന നൃത്തലാലസെ കപാലമാലധാരിണി രക്തവസ്ത്രധാരിണി മഹാട്ടഹാസരൂപിണി ശ്മശാന നൃത്തലാലസെ കപാലമാലധാരിണി കൃഷ്ണ